ഹായ് ഓൾ, റീനീറ്റ് എക്സ്റേ ഫിസിക്സ് ചാപ്റ്റർ വൈസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റീനീറ്റിന് നമ്മുടെ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പെൻഡുലം, ഒരു സിമ്പിൾ പെൻഡുലം, നമുക്ക് പരിചയമുള്ള ഒരു സിമ്പിൾ പെൻഡുലം, അത് വേർട്ടിക്കലി ഹാങ് ചെയ്ത് കിടക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ അതിൻ്റെ ഒരു ഫിഗറൊക്കെ തന്നിട്ടുണ്ട്. അത് വേർട്ടിക്കലി ഹാങ് ചെയ്ത് കിടക്കുകയാണ്, അതായത് ഇനിഷ്യലി അത് റെസ്റ്റിലാണ്. ആ സമയത്ത് ആ പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് 10 മീറ്റർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ആ പെൻഡുലത്തിൻ്റെ ബോബിലേക്ക് ഒരു ബുള്ളറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യാണ്. ആ ബുള്ളറ്റ് വരുന്ന വെലോസിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ വെലോസിറ്റി. അപ്പോൾ അവിടെ നടന്നത് ഇലാസ്റ്റിക് കൊളിഷൻ ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ +1 വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് കൊളിഷനെ കുറിച്ചും ഇൻലാസ്റ്റിക് കൊളിഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ബോബിലേക്ക് ഈ ബുള്ളറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്തത് ഇലാസ്റ്റിക്കലി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇലാസ്റ്റിക് കൊളിഷൻ്റെ കൺസെപ്റ്റിൽ കൈനറ്റിക് എനർജിയും ലീനിയർ മൊമെൻറ്റവും കൺസർവ്ഡ് ആണ് എന്ന് നമുക്കറിയാം. അതുകൂടാതെ ഈ ഒരു ബോബ് ഇലാസ്റ്റിക്കലി കൊളൈഡ് ചെയ്ത സമയത്ത് നമ്മുടെ ബുള്ളറ്റിൻ്റെയും ആ ബോബിൻ്റെയും മാസുകൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ m എന്നാണ് തന്നിരിക്കുന്നത്. അതായത് രണ്ടിൻ്റെയും മാസ് ഒരുപോലെയാണ് എങ്കിൽ നമുക്കറിയാം, മാസ് ഒരുപോലെയാണെങ്കിൽ ഇലാസ്റ്റിക് കൊളിഷനിൽ എനർജി അത് ഇൻ്റർചേഞ്ച് ചെയ്യും. അതായത് നമ്മുടെ ബുള്ളറ്റിൻ്റെ ആ ഒരു എനർജി, മൂവ് ചെയ്യുന്ന ബുള്ളറ്റിൻ്റെ കൈനറ്റിക് എനർജി അവിടെ ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ബോബിന് ആ എനർജി കിട്ടും. ബോബ് ഉയരത്തിലേക്ക് റൈസ് ചെയ്ത് പോകും. ആ ഹൈറ്റാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യുവാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇലാസ്റ്റിക് കൊളിഷൻ്റെ ആ കൺസെപ്റ്റുകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഒപ്പം തന്നെ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി കൂടി നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണ്. അതായത് ബുള്ളറ്റ് നമ്മുടെ ബോബിന് കൊടുത്ത ഇനിഷ്യൽ എനർജി കൈനറ്റിക് എനർജിയാണ്. ആ കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ട് നമ്മുടെ ബോബ് അതിങ്ങനെ മുകളിലോട്ട് റൈസ് ചെയ്ത് h ഹൈറ്റിലേക്ക് എത്തി. അപ്പോൾ ആ ഒരു ഹൈറ്റാണ് നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആ ഹൈറ്റിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ബുള്ളറ്റിൻ്റെ കൈനറ്റിക് എനർജി അല്ലേ, നമ്മുടെ ബുള്ളറ്റിൻ്റെ കൈനറ്റിക് എനർജി കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറുന്നു? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ഇവിടെ മാറുന്നു. കംപ്ലീറ്റ് ആയിട്ട് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നു. അത് ബോബിനെ ഒരു ഹൈറ്റിലേക്ക് എത്തിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്ത് ആ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, 12mv² ആണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, mgh ആണ്. അപ്പോൾ ആ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആണ്. ആ കൺസെപ്റ്റ് വെച്ച് നമുക്കിത് സോൾവ് ചെയ്യാം. 2 മാസുകളും നമുക്ക് കട്ട് ചെയ്ത് കളയുവാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെ നമുക്ക് ബുള്ളറ്റിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ 10 × 10. ഓക്കെ, v² നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്. ദെൻ ജീനെ നമുക്ക് ഇക്വേഷൻ്റെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ചൂസ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്ക് ഹൈറ്റ് h കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ 10നെ നമുക്ക് ക്യാൻസൽ ചെയ്തു. 10നെയും 2നെയും കട്ട് ചെയ്ത് നമുക്ക് 5 എന്ന ആൻസർ ചെയ്യാൻ സാധിച്ചു. ദെൻ h = 5 മീറ്റർ ഹൈറ്റിലേക്കാണ്. അതായത് നമ്മുടെ ഓപ്ഷൻ 4 ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ വളരെ ഈസിയായി സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നു വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഈ നീറ്റിന് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.